നമ്മളിങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പോരുന്നതല്ലാതെ അതിലെ പ്രധാനമായ പല സെറ്റിങ്സുകളും പല ഫീച്ചറുകളും നമുക്ക് അറിയാത്തവരാണ്. അപ്പോൾ ദിവസവും നമുക്ക് ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്തതോ ആയ പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രധാനമായ സെറ്റിങ്സുകളാണ് മനസ്സിലാക്കുന്നത്. അഥവാ നിങ്ങൾക്ക് അറിയുന്നതോ ഒരു പക്ഷേ അറിയാത്തതോ ആയിരിക്കാം. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഇതിലുണ്ടായിരുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രധാനമായ 3 സെറ്റിങ്സുകളാണ് നമുക്ക് പലപ്പോഴും യൂസ്ഫുൾ ആകുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ മടിക്കാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള നല്ല നല്ല ടോപ്പിക്കുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ഈ 3 പ്രധാനമായ സെറ്റിങ്സുകളെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലെ ഒരു ഷോർട്ട് കട്ട് ട്രിക്കാണ്. അഥവാ നാം പലപ്പോഴായി പല രീതിയിലുള്ള ടൈപ്പിങ്ങുകൾ നടത്താറുണ്ട്. ഇപ്പോൾ വാട്സപ്പിലോ അതുമല്ലെങ്കിൽ ടെലഗ്രാമിലോ അങ്ങനെയൊക്കെ നാം പല രീതിയിലുള്ള ടൈപ്പിങ്ങുകൾ നടത്താറുണ്ട്. അത് നിരന്തരം പല വേർഡുകളും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് ജാബിർ വരിക്കോടൻ എന്ന് പലപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലർക്കും നമ്മുടെ സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ jabirvarikkoden.com എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചില ഷോർട്ട് കട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ JV എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് ജാബിർ വരിക്കോടൻ എന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്കും ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് 1-2 ലെറ്ററുകൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷോർട്ട് കട്ടുകൾ, പലർക്കും പല രീതിയിൽ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ ഡെയിലി അയക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡ് ഇതേ രീതിയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ കീബോർഡ് ഓപ്പൺ ആവും. അവിടെ നിന്ന് ഈ ഒരു സെറ്റിംഗ്സ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിക്ഷണറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിക്ഷണറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് പേഴ്സണൽ ഡിക്ഷണറി എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫോണിൽ ആഡ് ആയിട്ടുള്ള മുഴുവൻ ലാംഗ്വേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മാനുവലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ്. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമായിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ഇതിലേക്ക് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓൾ ലാംഗ്വേജ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് എക്സാമ്പിളിന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഷോർട്ട് കട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ലെറ്റർ എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു jabirvarikkoden.com എന്നാണ് എനിക്കിപ്പോഴും ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. jabirvarikkoden.com അല്ലേ, jabirvarikkoden.com ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെനിക്ക് എപ്പോഴും ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് 1-2 ലെറ്ററുകൾ ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് അതിനെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ആവശ്യമായ വേർഡ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഷോർട്ട് കട്ട് എന്നുള്ള ഭാഗത്ത് ഒരു സിമ്പിൾ ഷോർട്ട് കട്ട്, ഇതിന് പെട്ടെന്ന് നിങ്ങൾക്ക് മറന്നു പോകാത്ത രീതിയിലുള്ള ഷോർട്ട് കട്ട് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനിവിടെ JC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ jabirvarikkoden.comന്റെ Jയും Cയും കോമിന്റെ Cയും അത് ഞാനൊരു ഷോർട്ട് കട്ടായി ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുത്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു ഷോർട്ട് കട്ട് ആഡായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. jabirvarikkoden.com JC എന്നുള്ളത്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ കീബോർഡിൽ JC എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം jabirvarikkoden.com എന്നുള്ളത് വന്നിരിക്കുന്നു. അതിന് മുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് jabirvarikkoden.com എന്ന് നമുക്ക് ഇതേ രീതിയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ നമുക്ക് നമ്മുടെ കീബോർഡിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് പലർക്കും അറിയാത്തൊരു ട്രിക്കാണ്. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രിക്കാണ് വൺ ഹാൻഡ് മോഡ് എന്നുള്ളത്. അഥവാ നമുക്കിപ്പോൾ കാണാം ഇതൊരു വലിയൊരു ഫോണാണ്. ഏകദേശം 7 ഇഞ്ചോളം വലിപ്പം ഇതിനുണ്ട് ഏകദേശമായിട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു കയ്യിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ടില്ലേ, ഇവിടുന്ന് മുകളിലേക്ക് പോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വൺ ഹാൻഡ് മോഡിലേക്ക് അഥവാ ഈ ഒരു സ്ക്രീനിനെ മുഴുവനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ നിന്ന് അഡീഷണൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ സെർച്ച് ബാറിൽ
വൺ ഹാൻഡ് മോഡ് എന്നുള്ളത് സെർച്ച് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ അഡീഷണൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വൺ ഹാൻഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വൺ ഹാൻഡ് മോഡ് ആക്റ്റീവ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ഇതേ രീതിയിൽ ആക്റ്റീവ് ചെയ്യുക. ആക്റ്റീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണ് ഇതിന്റെ സ്ക്രീനിന്റെ സൈസ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ 4 ഇഞ്ച്, 3.5 ഇഞ്ച്, ഇങ്ങനെ 3 ഓപ്ഷനുകൾ നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കും. മറ്റുള്ള ഫോണുകളിൽ അതിൻ്റെതായ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ കാണിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഹോം സ്ക്രീനിൽ ഹോം ബട്ടണിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഭാഗത്തേക്ക് ഇതേ രീതിയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൈയിൽ ഉപയോഗിക്കാൻ രീതിയിൽ ഇത് നമുക്ക് ചെറുതായി വരുന്നതായിരിക്കും. കണ്ടില്ല, എനിക്കിവിടെ മുകൾ വരെ സിമ്പിളായിട്ട് കൈവിരൽ എത്താൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ഇതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു മെത്തേഡാണ്. വലിയ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കയ്യെത്തുന്ന ദൂരത്തേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മുടെ ഫോണിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനെ നോർമൽ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ബ്ലാങ്ക് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, പഴയ രീതിയിലേക്ക് തന്നെ നമുക്ക് മാറിയിട്ടുണ്ട്. യാതൊരുവിധ കുഴപ്പമില്ലാതെ നമുക്ക് പഴയ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ട്രിക്ക് ഏതാണെന്ന് നോക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്കാണ്. പ്ലേ സ്റ്റോറിലെ ഒരു ട്രിക്ക് കൂടിയാണിത്. അഥവാ നമ്മുടെ ഫോണിൽ നാം പല ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അത് ചിലതൊക്കെ ഒരു തവണ മാത്രം ഉപയോഗിച്ച് പിന്നീട് ഉപയോഗിക്കാതെ അവിടെ വെക്കും. അത് നമ്മുടെ സ്റ്റോറേജ് ചുമ്മാ വേസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടാതെ തന്നെ നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. നമുക്കെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ആപ്ലിക്കേഷനുകളായിരിക്കും. പക്ഷേ നാം സാധാരണയായി ചെയ്യാറുള്ളത് ഒന്നിന് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ആവശ്യമില്ലാത്തവ ഓരോന്നോരോന്നായി അൺഇൻസ്റ്റാൾ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്പുകൾ പെട്ടെന്ന് കണ്ടെത്തുകയും അതെല്ലാം തന്നെ ഒറ്റ ക്ലിക്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ പ്രൊഫൈലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണിക്കും. അതിനുശേഷം ഇവിടെ മാനേജ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഇത് റീസെന്റ് യൂസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെയായിട്ട് ഈ ഒരു ഫിൽറ്ററിന്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഐക്കൺ നിങ്ങൾക്ക് 3 ലൈനോട് കൂടി ഐക്കൺ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഓരോന്നായി ഇതേ രീതിയിൽ ലിസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഓരോന്നോരോന്നായി അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഇവിടെ ഇതേ രീതിയിൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനുകൾ ഒരേ സമയം സെലക്ട് ചെയ്യാൻ സാധിക്കും. എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ 1-2 ആപ്ലിക്കേഷനുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ ആപ്ലിക്കേഷനുകൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഡിലീറ്റ് ഐക്കൺ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ആപ്ലിക്കേഷനുകളും അൺഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ജസ്റ്റ് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ 2 ആപ്ലിക്കേഷനും ഞാൻ സെലക്ട് ചെയ്തത് 2 നിങ്ങൾ എത്രയാണോ സെലക്ട് ചെയ്തത് അതെല്ലാം ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ട്രിക്കുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കൂടുതൽ ട്രിക്കുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. വ്യത്യസ്തമായ യൂസ്ഫുൾ ആകുന്ന പല ട്രിക്കുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. എന്നാലും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ മടിക്കാതെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. എന്നാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.